ഇന്ത്യ മുന്നണി ഒന്നിച്ച് മത്സരിച്ചാലും ഭിന്നിച്ചു മത്സരിച്ചാലും ലക്ഷ്യം ബിജെപിയെ തോൽപ്പിക്കുക എന്നതാണെന്ന് അബ്ദുസമദ് സമദാനി എംപി. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരികയാണ്. രാഹുൽ ഗാന്ധി പ്രത്യാശയാണെന്നും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഗുണം ചെയ്യുമെന്നും സമദാനി ന്യൂസ് 8 പറഞ്ഞു. പ്രതിപക്ഷങ്ങൾ ഒന്നിക്കുക എന്നതിനേക്കാൾ ഓരോ പ്രതിപക്ഷം ഒന്നിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വളരെ സംഘടിതരാണല്ലോ. ഇതിനെതിരെ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് മത്സരിച്ചാലും അല്ലാതെ മത്സരിച്ചാലും അത് എത്ര കണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുള്ള അപ്പോൾ മാത്രം വോട്ടിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഒരു പരസ്പര ധാരണ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്കുണ്ടല്ലോ. പിന്നെ ഇന്ത്യ സഖ്യത്തിന് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരെ തന്നെയാണ്. അത് തുടങ്ങിയ പോലെയല്ല എന്നുള്ളത്. പല സ്റ്റേറ്റുകളിലും ഒരു സമവായമായി കഴിഞ്ഞു. അപ്പൊ ഇന്ത്യ സഖ്യം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് അബ്ദുൾ സമദ് സമദാനി. എന്നാൽ അത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടല്ല. ഇന്ത്യൻ ജനതയുടെ ബഹസ്വര മനസ്സിന് മാറ്റമില്ലെന്നും രാജ്യം കെട്ടിപ്പടുത്തത് എല്ലാവരും ചേർന്നാണെന്നും സമദാനി പറഞ്ഞു. കേന്ദ്ര സർക്കാർ മതത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നും അബ്ദുസമദ് സമദാനി എംപി. രാജ്യം പാസാക്കിയ നിയമത്തെ നോക്കുകുത്തിയാക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ മറച്ചുവെക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും ബജറ്റിനെ പോലും രാഷ്ട്രീയ പ്രസ്താവന ആക്കിയെന്നും സമദാനി വിമർശിച്ചു.